വാർത്താ നേരം തുടരുന്നു. എറണാകുളം സെന്റ് മേരീസ് ബസലിക്കയിലെ സംഘർഷത്തിൽ കണ്ടാലറിയാവുന്ന 100 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. സെൻട്രൽ പോലീസാണ് കേസെടുത്തത്. അന്യായമായ സംഘം ചേരൽ, പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, പള്ളിക്ക് നാശനഷ്ടം വരുത്തൽ തുടങ്ങി വിവിധ വകുപ്പുകളിലാണ് കേസ്. വിവരങ്ങളുമായി അശ്വതി ചേരുന്നു. അശ്വതി, വത്തിക്കാൻ പ്രതിനിധി ഇന്നലെ എത്തിയപ്പോൾ തന്നെ വലിയ സംഘർഷം അവിടെ ഉടലെടുത്തിരുന്നു. ഇപ്പോൾ എങ്ങനെയാണ് പോലീസിന്റെ നടപടി? ഫിജി, എറണാകുളം സെന്റ് മേരീസ് ബസലിക്കയിൽ ഇന്നലെ ഉണ്ടായിരുന്ന സംഘർഷത്തിൽ കണ്ടാൽ അറിയുന്ന 100 പേർക്കെതിരെയാണ് കൊച്ചി സെൻട്രൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. അന്യായമായ സംഘം ചേരൽ, പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, അതുപോലെ തന്നെ പള്ളിക്ക് നാശനഷ്ടം വരുത്തൽ തുടങ്ങിയ ചേർത്തുകൊണ്ടാണ് അലയ മുന്നേറ്റത്തിലെയും അതുപോലെ തന്നെ വൈദിക സമിതിയിലെയും അംഗങ്ങൾ ഇന്നലെ നടത്തിയ പ്രതിഷേധത്തിൽ പങ്കെടുത്ത ആളുകൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇന്നലെ വൈകിട്ടാണ് ഈ വിമത വിഭാഗം വലിയ പ്രതിഷേധം നടത്തിയത്. വത്തിക്കാനിൽ നിന്നെത്തിയ പ്രതിനിധിയായിട്ടുള്ള ആർച്ച് ബിഷപ്പ് സിറിൽ ബാസിൽ ഇന്നലെ വലിയ പോലീസ് സംരക്ഷണയിൽ പള്ളിക്ക് അകത്ത് കയറുകയും അവിടെ ആരാധന നടത്തുകയും ചെയ്തിരുന്നു. അദ്ദേഹം തിരിച്ചു പോകുന്ന സമയത്തും അദ്ദേഹത്തിനെതിരെ വലിയ പ്രതിഷേധവും അതുപോലെ തന്നെ കരിങ്കൊടി കാണിക്കലും ഗോ ബാക്ക് വിളികളും ഒക്കെ തന്നെ ഉണ്ടായി. അദ്ദേഹത്തിന്റെ നേരെ വെള്ളക്കുപ്പികൾ വലിച്ചെറിയുന്ന സംഭവം വരെ ഇന്നലെ ഉണ്ടായി. അതിനിടയിൽ പോലീസും ഈ സമരക്കാരും തമ്മിൽ ചെറിയ രീതിയിൽ, പ്രതിഷേധക്കാരും തമ്മിൽ ചെറിയ രീതിയിലുള്ള ഉന്തും തള്ളുമൊക്കെ ഉണ്ടായി. അതിനുശേഷമാണ് ഇന്നലെ പള്ളി തുറന്നതിന് ശേഷം വിമത വിഭാഗം ഇന്നലെ അവിടെ ആരാധനകൾ നടത്തിയിരുന്നു. പ്രാർത്ഥനകളാണ് ഇന്നലെ നടത്തിയത്. ഇന്ന് വൈകുന്നേരം 4 മണിയോടുകൂടി ഈ വിമത വിഭാഗത്തിൽപ്പെട്ട വൈദികർ അവിടെ കുർബാന അർപ്പിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. വൈകുന്നേരമായിരിക്കും ഇത് ഉണ്ടാവുക. പക്ഷേ ഇതിന്റെ ഇടയിൽ ഇന്നലെ വൈകുന്നേരം തന്നെ ആന്റണി പൂതവേലിൽ ഇവിടെ ബസലിക്ക പള്ളിയുടെ വികാരിയായി ചുമതല ഏറ്റിരുന്നു. ഫിജി. ശരി അശ്വതി.